മനുഷ്യരുടെ ദൃഷ്ടിയിൽ ഏറ്റവും നിസ്സാരമെന്ന് കരുതുന്ന ജീവിയിലൂടെ പോലും ദൈവം തന്റെ മഹത്വം പ്രകടമാക്കുന്നു എന്ന സത്യം അനാവരണം ചെയ്യുന്ന ജീവിതമാണ് നോലയിലെ വിശുദ്ധ ഫെലിക്സിൻ്റേത്. ഇറ്റലിയിലെ നോല എന്ന പട്ടണത്തിൽ ക്രിസ്തുവർഷം 3-ാം നൂറ്റാണ്ടിലായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത്. വിശ്വാസം തള്ളിപ്പറയാൻ തയ്യാറല്ലാത്തതിന്റെ പേരിൽ ക്രൈസ്തവരെ അറസ്റ്റ് ചെയ്യുകയും ജയിലിൽ അടയ്ക്കുകയും പലരെയും കൊല്ലുകയും ചെയ്തിരുന്ന ക്രൂരമായ കാലം. ഈ കാലത്താണ് സമ്പന്ന കുടുംബത്തിൽ ജനിച്ച ഫെലിക്സ് അതെല്ലാം ഉപേക്ഷിച്ച് പുരോഹിതനായി മാറിയതും ക്രൈസ്തവരെ ആത്മീയമായി നയിക്കാൻ നിയുക്തനായതും. ഒരു നാൾ അത് സംഭവിച്ചു. ഫാദർ ഫെലിക്സിനെ ചക്രവർത്തിയുടെ കിങ്കരന്മാർ പിടികൂടി. അവർ അദ്ദേഹത്തെ മർദ്ദിക്കുകയും മുറിപ്പെടുത്തുകയും ചെയ്തു. എന്നിട്ടും എങ്ങനെയോ അദ്ദേഹം അവരുടെ കൈകളിൽ നിന്ന് രക്ഷപ്പെട്ടു. തകർന്നു കിടക്കുന്ന ഒരു കെട്ടിടത്തിലാണ് അദ്ദേഹം ഒരു വിധത്തിൽ അഭയം തേടിയെത്തിയത്. അദ്ദേഹത്തെ തേടി പിന്നാലെ സൈനികരും എത്തി. ഒരു കുടുസു മുറിയിലായിരുന്നു അദ്ദേഹം ഒളിച്ചത്. അവിടെ വെച്ച് അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ചു: കർത്താവേ, എന്റെ ജീവൻ അങ്ങയുടെ കൈകളിലാണ്. അങ്ങ് എന്നോട് ഇഷ്ടമുള്ളത് ചെയ്തു കൊള്ളുക. ഈ സമയം ഒരു ചിലന്തി അതിന്റെ കവാടത്തിൽ പ്രത്യക്ഷപ്പെടുകയും അതിവേഗം വല നെയ്യാൻ ആരംഭിക്കുകയും ചെയ്തു. സെക്കൻഡുകൾക്കുള്ളിൽ പ്രവേശന കവാടം മറച്ചുകൊണ്ട് ഒരു വലിയ ചിലന്തി വല രൂപപ്പെട്ടു. അപ്പോഴേക്കും പട്ടാളക്കാർ അവിടെ എത്തിക്കഴിഞ്ഞിരുന്നു. കെട്ടിടത്തിന്റെ മുക്കും മൂലയും പരിശോധിച്ച് നിരാശരായ അവർക്ക് ഇനി പരിശോധിക്കാനുള്ളത് ഒരേ ഒരിടം അവിടെ മാത്രമായിരുന്നു. പക്ഷെ അവിടേക്ക് അവർ കയറിയില്ല. കാരണം പ്രവേശന കവാടത്തെ മറച്ചുകൊണ്ട് വലിയൊരു ചിലന്തി വല അവിടെ ഉണ്ടായിരുന്നല്ലോ. സൈനികരിൽ ഒരാൾ സഹപ്രവർത്തകനോട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഒരാൾ ഇവിടേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ ഈ ചിലന്തി വല ഇങ്ങനെ പൊട്ടാതെയിരിക്കുകയില്ല. അതുകൊണ്ട് ഇവിടെ ആരും ഉണ്ടാവില്ലെന്ന് ഉറപ്പാണ്. വാ, നമുക്ക് മറ്റെവിടെയെങ്കിലും പോയി അന്വേഷിക്കാം. അകത്ത് ഒളിച്ചിരിക്കുകയായിരുന്ന ഫെലിക്സ് ഇത് കേട്ട് കണ്ണു നിറഞ്ഞ് കർത്താവിന് നന്ദി പറഞ്ഞു. തുടർന്നുള്ള അദ്ദേഹത്തിന്റെ ജീവിതം പൂർവാധികം ശക്തിയോടെ സുവിശേഷം പ്രഘോഷിക്കുന്നതായിരുന്നു. പട്ടാളത്തെ അയച്ചോ, മാലാഖമാരെ അയച്ചോ, പ്രതാപികളായിരുന്ന സൈന്യത്തെ അയച്ചോ ആയിരുന്നില്ല ദൈവം നോലയിലെ വിശുദ്ധ ഫെലിക്സിനെ മരണത്തിൽ നിന്ന് രക്ഷിച്ചത്. മറിച്ച് നാം യാതൊരുവിധ വിലയും കൽപ്പിക്കാത്ത ഒരു ചിലന്തിയെ ഉപയോഗിച്ചായിരുന്നു. കർത്താവിന്റെ പദ്ധതിയിൽ ചെറുതെന്നോ വലുതെന്നോ വ്യത്യാസമില്ല. തന്നിൽ പൂർണ്ണമായി ആശ്രയിക്കുകയും ശരണപ്പെടുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവരെ അവിടുന്ന് അവിശ്വസനീയമായ മാർഗങ്ങളിലൂടെയും സഹായിക്കുക തന്നെ ചെയ്യും.